വിശുദ്ധ മരിയ ഫൗസ്തീനായുടെ യേശുദർശനങ്ങൾ. എൻ്റെ ആത്മാവിലുള്ള ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി എപ്പോഴും എന്നെ മനസ്സിലാക്കി തന്നിരുന്നു. നിസ്സാരമെന്ന് കരുതിയിരുന്ന പലതിനെപ്പറ്റിയും പലപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിയിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവ വലിയ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരുന്നു. ഒരു ഗുരുവിനെ പോലെ അവിടുന്ന് എനിക്ക് മുന്നറിയിപ്പ് നൽകുകയും എന്നെ പരീക്ഷിക്കുകയും ചെയ്തിരുന്നു. എനിക്കൊരു ആത്മീയ ഉപദേഷ്ടാവിനെ നൽകുന്നതുവരെ വളരെ വർഷങ്ങൾ അവിടുന്ന് തന്നെ എന്നെ പഠിപ്പിച്ചു. മുമ്പെല്ലാം എനിക്ക് മനസ്സിലാകാതിരുന്നതെല്ലാം അവിടുന്ന് തന്നെ മനസ്സിലാക്കി തന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അതെല്ലാം കുമ്പസാരക്കാരനോട് ചോദിച്ചു മനസ്സിലാക്കാൻ അവിടുന്ന് പറയും. അവിടുന്ന് പറഞ്ഞു, അവൻ്റെ അധരങ്ങളിലൂടെ ഞാൻ സംസാരിക്കും, സമാധാനമായിരിക്കുക. ആത്മീയ പിതാവിനോട് വിവരിക്കുമ്പോൾ കർത്താവ് എന്നോട് ആവശ്യപ്പെട്ടതിന് വിപരീതമായി ഒരു നിർദ്ദേശവും അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ലഭിച്ചിട്ടില്ല. ഇപ്രകാരമാണ് പലപ്പോഴും സംഭവിക്കുക. ആദ്യം ഈശോ എന്നോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടും. ആരും അതറിയുന്നില്ല. പിന്നീട് ഞാൻ കുമ്പസാരക്കൂട്ടിൽ മുട്ടുകുത്തുമ്പോൾ എൻ്റെ കുമ്പസാരക്കാരനും അതേ നിർദ്ദേശം തന്നെ നൽകും. ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരാത്മാവിന് വളരെ നാളത്തേക്ക് നല്ല പ്രകാശവും ധാരാളം ഉൾപ്രേരണകളും ലഭിക്കുകയും കുമ്പസാരക്കാരൻ അതിൻ്റെ ഉറവിടത്തെക്കുറിച്ച് ഉറപ്പു നൽകുകയും ആത്മാവ് ശാന്തമാകുകയും ചെയ്യുമ്പോൾ അതിൻ്റെ സ്നേഹം സീമാതീതമാണെങ്കിൽ അത് സ്വീകരിച്ചവ പ്രാവർത്തികമാക്കാൻ ഈശോ ആവശ്യപ്പെടും. ദൈവം അതാഗ്രഹിക്കുന്നെന്ന് അത് മനസ്സിലാക്കുകയും ഈ അറിവ് അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. വിശ്വസ്തത പാലിക്കാൻ പല ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കണമെന്ന് അതറിയുന്നു. എന്നാൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം വിളിക്കുന്ന പദവിയിലേക്ക് അത് ഉയരുന്നു. ബുദ്ധിമുട്ടുകൾ അതിനെ ഭയപ്പെടുത്തുന്നില്ല. അവ അതിൻ്റെ അന്നന്നയപ്പം പോലെയാണ്. നിരന്തരം യുദ്ധം ചെയ്യുന്ന ഒരു യോദ്ധാവിനെ പീരങ്കിയുടെ ഗർജനം ഭയപ്പെടുത്താത്തതുപോലെ അവ ആത്മാവിനെ പേടിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. ഭയപ്പെടുന്നില്ലെന്നു മാത്രമല്ല, ശത്രുവിനെ തോൽപ്പിക്കാൻ അവന്റെ ആക്രമണം എവിടെ നിന്നു വരുന്നുവെന്നറിയാൻ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നു. അത് അന്ധമായി ഒന്നും ചെയ്യുന്നില്ല. എല്ലാം സൂക്ഷിച്ചു നിരീക്ഷിക്കുന്നു. തന്നിൽ ആശ്രയിക്കാതെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും അനുഭവജ്ഞാനമുള്ളവരും ബുദ്ധിശാലികളുമായ മറ്റ് യോദ്ധാക്കളുടെ അഭിപ്രായം ആരായുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരാത്മാവ് വർത്തിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും തന്നെ വിജയം വരിക്കുന്നു. ഉപദേശം സ്വീകരിക്കാനോ ചിന്തിക്കാനോ സമയം ലഭിക്കാത്ത അവസരങ്ങളിൽ വരുന്ന ആക്രമണങ്ങളിൽ അത് ജീവൻ മരണ പോരാട്ടത്തിൽപ്പെടുന്നു. ചില സമയങ്ങളിൽ ഈശോയുടെ തിരുഹൃദയത്തിലെ മുറിവിൽ നിശബ്ദമായി അത് അഭയം പ്രാപിക്കുന്നു. ഈ പ്രവൃത്തി മൂലം ശത്രു പരാജയപ്പെടുന്നു. യുദ്ധസമയത്തെന്നതുപോലെ തന്നെ സമാധാനകാലങ്ങളിലും ആത്മാവ് തൻ്റെ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് ജാഗ്രതയോടെ തന്നെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ വിജയം വരിക്കാൻ സാധിക്കുകയില്ല. വിജയത്തിനുള്ള ഒരുക്ക സമയമായാണ് ഞാൻ സമാധാനകാലങ്ങളെ കണക്കാക്കുന്നത്. ആത്മാവ് എപ്പോഴും ശ്രദ്ധയോടെയിരിക്കണം. ശ്രദ്ധ, വീണ്ടും ഞാൻ പറയുന്നു, ശ്രദ്ധയുണ്ടായിരിക്കണം. ധ്യാനിക്കുന്ന ആത്മാവിന് ധാരാളം വെളിച്ചം ലഭിക്കുന്നു. അശ്രദ്ധയോടെയിരിക്കുന്ന ആത്മാവിന് വീഴ്ച പറ്റാം. അതിനു വീഴ്ച പറ്റിയാൽ അത്ഭുതപ്പെടേണ്ട. ഓ ദൈവാരൂപിയെ, ആത്മാവിൻ്റെ നിയന്താവേ, അങ്ങ് പരിശീലിപ്പിക്കുന്നവൻ വിവേകമുള്ളവൻ. ശാന്തതയും ധ്യാനവുമുള്ളിടത്ത് മാത്രമേ ദൈവാരൂപി പ്രവർത്തിക്കുകയുള്ളൂ.